അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു ENT ഡോക്ടറുടെ ക്ലിനിക്കിൻ്റെ വരാന്തയിൽ കണ്ട ഒരു ബോർഡ്, കെയർ യുവർ ഇയർ ടു ഹിയർ മോർ ഇയേഴ്സ്, അഥവാ കൂടുതൽ കാലം കേൾക്കുന്നതിന് നിങ്ങളുടെ ശ്രവണികളെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് ആ ബോർഡിൻ്റെ അർത്ഥം. അതിസങ്കീർണമായിട്ടുള്ള ഒരു അവയവമാണ് മനുഷ്യൻ്റെ ചെവി. ഏകദേശം 4 ലക്ഷത്തിൽ പരം ശബ്ദങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ ചെവിക്ക്. ചെവിയിൽ നിന്നും ശബ്ദതരംഗങ്ങളുമായി തലച്ചോറിലേക്ക് പോകുന്ന 35,000-ൽ പരം ഓഡിറ്ററി നെർവ്സുകൾ ഉള്ളതായി ഡെഫ്നെസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. ഈ വിഷയത്തിൽ ലൈഫ് സയൻസിൻ്റെ സൗണ്ട് ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്ന ബൃഹത്തായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എഴുതിയിട്ടുള്ളത് S.S. സ്റ്റീവൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കേൾവി വൈകല്യമുള്ളവനായി ജനിക്കുമ്പോൾ, ഒരു കുഞ്ഞ് കേൾവി വൈകല്യമുള്ളവനായി ജനിക്കുമ്പോൾ സംസാരശേഷി നഷ്ടമാകുന്നു. മാറി മാറി വരുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ആൻറ്റിബയോട്ടിക് ഔഷധങ്ങളുടെ അമിതമായ ഉപയോഗം എന്നിവ നമ്മുടെ കേൾവി ശക്തി നഷ്ടപ്പെടുത്തുന്നു. നാം കൂടുതൽ കേൾക്കുമ്പോൾ നമ്മുടെ പദസമ്പത്ത് അഥവാ വൊക്കാബുലറി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ശിശു അവസ്ഥയിൽ തന്നെ കേൾവിയുമായി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് അത്രേ. ഒരുപക്ഷെ അന്ധതയേക്കാൾ മാരകമാണ് ബധിരത എന്ന് വേണമെങ്കിൽ പറയാം. ഹെലൻ കെല്ലറുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, അന്ധത മനുഷ്യനെ വസ്തുക്കളിൽ നിന്ന് അകറ്റുകയും ബധിരത അവനെ മനുഷ്യരിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ചെവിയുടെ കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഒട്ടനവധി ഖുർആൻ വചനങ്ങളിൽ ചെവി എന്ന പദം ആദ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതാനും ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്കായി പങ്കുവെക്കുന്നു. ഒരു സ്ഥലത്ത് പറയുന്നത്, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചത് സങ്കലിതമായ ബീജത്തിൽ നിന്നാകുന്നു, അവനെ പരീക്ഷിക്കുന്നതിനായി. ഫജഅൽനാഹു സമീഅൻ ബസീറ, എന്നിട്ട് അവന് നാം ചെവി നൽകി, കണ്ണും നൽകി. അവിടെ ചെവിയെ ആദ്യം എടുത്ത് പറഞ്ഞിരിക്കുന്നു. രണ്ടാമതൊരു വചനത്തിൽ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ, നിങ്ങൾക്കവൻ കേൾവിയും നയനങ്ങളും ഹൃദയങ്ങളും നൽകി, നിങ്ങൾ അല്പം മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. അവിടെയും പറഞ്ഞത് ആണ് ആദ്യം പറഞ്ഞത്. മൂന്നാമത്തൊരു വചനത്തിൽ വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ, അവനാണ് നിങ്ങൾക്ക് കേൾവി സൃഷ്ടിച്ചു തന്നത്, അവനാണ് നിങ്ങൾക്ക് കണ്ണുകളെ നൽകിയത്, അവനാണ് നിങ്ങൾക്ക് ഹൃദയം നൽകിയത്. അവിടെയും പറഞ്ഞത് ചെവിയെക്കുറിച്ചാണ് ആദ്യം. നാലാമത്തെ ഒരു വചനത്തിൽ വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്കൊന്നും അറിയാത്ത അവസ്ഥയിൽ നിങ്ങളെ നിങ്ങളുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നും അല്ലാഹു ആണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, അങ്ങനെ അവൻ നിങ്ങൾക്ക് ചെവി നൽകി, കണ്ണുകൾ നൽകി, ഹൃദയവും നൽകി. ഖലീലൻ മാ തശ്കുറൂൻ, നിങ്ങൾ അല്പം മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. ഒരെണ്ണം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം.
ഖുർആനിൽ പറയുന്നു, ഖുൽ ഹുവല്ലദീ അൻശഅക്കും, നബിയെ പറയുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, അവൻ നിങ്ങൾക്ക് കേൾവി നൽകി, കാഴ്ച നൽകി, ഹൃദയം നൽകി. ഖലീലൻ മാ തശ്കുറൂൻ, നിങ്ങൾ അല്പം മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾക്ക് ഈ കേൾവിയുടെ മഹത്വം മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ആശയഗ്രഹണത്തിന്റെ പ്രഥമമായിട്ടുള്ള കവാടം അടഞ്ഞു പോവുകയാണ് ഒരാൾ കേൾക്കാതിരിക്കുമ്പോൾ ചെയ്യുന്നത്. ഈ അനുഗ്രഹം ലഭിക്കാത്ത ആളുകളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിച്ചു നോക്കുക. ഇങ്ങനെ ചെവി കേൾക്കാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾ കേരളത്തിൽ ധാരാളമുണ്ട്. അവിടെ ആ കുട്ടികൾക്ക് അറിവ് നൽകുന്നത് ടീച്ചറുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ലിപ് മൂവ്മെന്റ്, ചുണ്ടുകളുടെ ചലനം, ഫിംഗർ സ്പെല്ലിംഗ്, കൈയിലെ വിരലുകൾ കൊണ്ട് കാണിക്കുന്ന ആംഗ്യങ്ങൾ മുതലായവയിലൂടെയാണ് ഈ കുട്ടികൾക്ക് ആശയവിനിമയം നടത്തുന്നത്. ചില രാഷ്ട്രങ്ങളിൽ ലൈറ്റ് മുഖേന, ആ ലൈറ്റിന്റെ ബ്ലിങ്കിങ്, അത് മുഖേന ആശയവിനിമയം നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും സങ്കീർണമായിട്ടുള്ള ഈ അവയവത്തിന്റെ അനുഗ്രഹം പലപ്പോഴും നമ്മൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. 3 കുട്ടികളുടെ ചിത്രം അതിൽ കൊടുത്തിരിക്കുന്നു. അതിന്റെ ടൈറ്റിൽ അവർ കൊടുത്തത് മിണ്ടാതെ പറയാതെ 3 കുട്ടികൾ, ആരു കാണും ഇവരുടെ കണ്ണീർ എന്ന തലക്കെട്ടിന്റെ താഴെയാണ് ഈ 3 കുട്ടികളുടെ ചിത്രം കൊടുത്തിട്ടുള്ളത്. ഈ 3 കുട്ടികളും ജന്മനാ തന്നെ കേൾക്കാത്തവരാണ്. പക്ഷെ അവർക്ക് കോക്ലിയർ ഇംപ്ലാന്റിന്റെ സ്പീച്ച് പ്രോസസർ വെച്ചുകൊണ്ട് കേൾവി വീണ്ടെടുക്കുകയും അവര് സംസാരിക്കുകയും ഒക്കെ ചെയ്തു അത്രേ. അങ്ങനെ ഇപ്പോൾ അടുത്ത കാലത്ത് അവരുടെ ഈ ഉപകരണം കേടുവന്നതുമൂലം അന്നു മുതൽ അവർ കേൾക്കുകയില്ല, സംസാരിക്കുകയില്ല. വരുമാനം പരിമിതമായ ഈ രക്ഷകർത്താക്കൾക്ക് 3-4 ലക്ഷം രൂപ ചെലവിട്ട് ഈ കോക്ലിയർ ഇംപ്ലാന്റിന്റെ സ്പീച്ച് പ്രോസസർ വാങ്ങിക്കാൻ അവർക്ക് കഴിയില്ല. 2018 വെള്ളപ്പൊക്കത്തിൽ വീട് വിട്ടിറങ്ങുമ്പോൾ ഈ പ്രോസസർ ചാർജ് ചെയ്യാൻ മറന്നതുകൊണ്ട് സംസാരിക്കാത്ത ഒരു കുട്ടിയും ആ കൂട്ടത്തിൽ ഉണ്ട്. ഞാനിത് പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് കേൾക്കുന്നു. പക്ഷേ ആ കേൾവി എന്നുള്ള മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ഓർമ്മിച്ചിട്ടുണ്ടോ? ആ കേൾവി നമുക്ക് കനിഞ്ഞരുളിയ സ്രഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഓർത്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തയ്ക്ക് വേണ്ടി മാത്രം ഇത് അവതരിപ്പിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം മറ്റൊരു വിഷയവുമായി.